ബിൽഡിംഗ് എന്ന് വെച്ചാലേ അതൊരു ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു മെത്തേഡാ. രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച ഫിക്സഡ് പ്രൈസ് മെത്തേഡ്. ഏറ്റവും ആദ്യം ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടത്തുമ്പോൾ ഒരു ഷെയറിന്റെ വില 10 രൂപ, ഒരു ഷെയറിന്റെ വില 20 രൂപ, അങ്ങനെ വിൽക്കുമ്പോൾ അത് ഫിക്സഡ് പ്രൈസ് മെത്തേഡ്. അതല്ലാത്തൊരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. അവിടെ മുൻകൂട്ടി വില തീരുമാനിക്കാനില്ല, മുൻകൂട്ടി ഒരു പ്രൈസ് ബാൻഡ് തീരുമാനിക്കുന്നുള്ളൂ. 30 to 40 അല്ലെങ്കിൽ 20 to 30, അങ്ങനെ പ്രൈസ് ബാൻഡ് തീരുമാനിക്കും. അതിന്റെ ഉള്ളിൽ എന്ത് വിലയ്ക്ക് ഷെയർ വിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ഈ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഇന്ന് കമ്പനികൾ അധികം എല്ലാ കമ്പനികളിലും ഇനീഷ്യൽ പബ്ലിക് ഓഫറിന് ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള മെത്തേഡ് ഈ ബുക്ക് ബിൽഡിംഗ് മെത്തേഡാണ്. അത് സെബിയുടെ ICDR റെഗുലേഷൻ 2018 അനുസരിച്ചാണ് ഈ ബുക്ക് ബിൽഡിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നത്. അപ്പോൾ അവിടെ ഡിമാൻഡ് കണ്ടെത്തുകയാണ്, ഓരോ വിലയ്ക്കുമുള്ള ഡിമാൻഡ് കണ്ടെത്തുകയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ വില തീരുമാനിക്കുകയാണ്. ആ മെത്തേഡാ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഇന്ത്യയിൽ ഇത് വളരെ ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ. ഓരോ ഇൻവെസ്റ്റേഴ്സിനും എത്ര കണ്ട് ഡിമാൻഡ് ഓരോ വിലയ്ക്കും ഉണ്ട് എന്ന് കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഇലക്ട്രോണിക് ഓൺലൈൻ പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് എന്നുള്ള പ്രക്രിയ. അതുകൊണ്ട് ഓരോ ഇൻവെസ്റ്റേഴ്സും കണ്ടെത്താൻ പറ്റും. ഫിക്സഡ് പ്രൈസ് മെത്തേഡില് വില ആദ്യം കൊടുത്താലേ ഷെയർ അലോട്ട് ചെയ്യുള്ളൂ. ബുക്ക് ബിൽഡിംഗ് മെത്തേഡില് ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാഷ് അടച്ചാൽ മതി. ഷെയർ അലോട്ട് ചെയ്തതിന് ക്യാഷ് അടക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് കേട്ടോ. അപ്പോ ഇവിടെ സെബിയുടെ റെഗുലേഷന്റെ 6(1) അനുസരിച്ചുള്ള ബുക്ക് ബിൽഡിംഗ് പ്രോസസ് കാണിച്ചാൽ 35% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും, 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനും, 50% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിനും ഓഫർ ചെയ്യണം. 6(2) കാണിച്ചാൽ 10% റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനും, 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനും, 75% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിനും ഓഫർ ചെയ്യണം. ഇതൊരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ്. ആദ്യം കമ്പനി ലീഡ് ബുക്ക് റണ്ണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് സെബി ആയിട്ട് ഒരു ഡോക്യുമെന്റ് സെബി ആയിട്ട് ഫയൽ ചെയ്യും. അത് സെബിയുടെ ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഒരു ഡോക്യുമെന്റ്, ഓഫർ ഡോക്യുമെന്റ് എന്നാണ് വിളിക്കുക. ബുക്ക് ബിൽഡിങ്ങിന് ആൾക്കാരെ ഓഫർ ചെയ്തുകൊണ്ട് ഡോക്യുമെന്റ് അത് സെബിക്ക് അയച്ചു കൊടുക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അയച്ചു കൊടുക്കണം. എങ്കിലാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു പ്രോസ്പെക്ടസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് സെബി ആയിട്ട് ഫയൽ ചെയ്യുക. ശരിക്കുള്ള പ്രോസ്പെക്ടസ് ഏറ്റവും അവസാനം മതി, ആ വില തീരുമാനിച്ചുകൊണ്ട് മതി. ഇതൊരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ് ഫയൽ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടൊരു അഗ്രിമെന്റിൽ എത്തിച്ചേരുക. അത് കഴിഞ്ഞാൽ ലീഡ് ബുക്ക് റണ്ണേഴ്സ് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും, ഇഷ്യൂ അണ്ടർറൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ അണ്ടർറൈറ്റിംഗ് വേണം. ഫിക്സഡ് പ്രൈസ് മെത്തേഡുള്ള പോലെ ഇവിടെ അണ്ടർറൈറ്റിംഗ് വേണം. പിന്നെ അവര് ഈ കളക്ഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ ബിഡ് സെന്റേഴ്സ് തീരുമാനിക്കും. അവിടെയാണ് ബിഡ് സബ്മിറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ്. ആ കളക്ഷൻ സെന്റേഴ്സ് സെബിയുടെ രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്കോ ആയിരിക്കാം. പിന്നെ ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ബിഡിങ് ആരംഭിക്കായി. ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആണ് ബിഡിങ് ആരംഭിക്കുക. അത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് വിളിക്കുന്ന പേരാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ ബിഡിങ് ആരംഭിക്കും. ഇത് ഇലക്ട്രോണിക് ബിഡിങ് പ്രോസസ് ആണ്. വില തീരുമാനിക്കും. വില തീരുമാനിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആയിട്ട് ഫൈനൽ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് ഫയൽ ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് ഈ ബുക്ക് ബിൽഡിംഗ് എന്നുള്ള ഒരു പ്രക്രിയ. സാധാരണ പഴയത് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂല് നമ്മൾ ഒന്നെങ്കിലും ഫേസ് വിലക്ക് അല്ലെ ഷെയർ പ്രീമിയം കമ്പനി തീരുമാനിക്കും, അതിൽ ഇഷ്യൂ വെച്ച് ചെയ്യാം. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ആണ് തീരുമാനിക്കുന്നത് എന്ത് വിലക്ക് വാങ്ങിക്കണം എന്ന്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 100 ഷെയർസ് കമ്പനി ഇഷ്യൂ വെച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ബാൻഡ് 30 to 40 കണ്ടോ. അപ്പൊ ഒരാൾക്കാരുടെ ബിഡ് കണ്ടോ. ആദ്യം 20 ഷെയർസ് 40 രൂപ, 30-40 ഇടയിൽ വേണം കേട്ടോ. അപ്പൊ 20 ഷെയറിന്റെ ആൾക്കാരായി. അടുത്ത് 10 ഷെയർ. ഇത് 8 അല്ല 38 എന്ന് വായിക്കണം. ഇത് 8 നല്ല വായിക്കണം, 38. അപ്പൊ കണ്ടോ അവിടെ ടോട്ടൽ 30 ഷെയറിന് ആളായി. വീണ്ടും 20 ഷെയറിന് 37 രൂപയ്ക്ക്. അടുത്ത് 30 ഷെയറിന് 36 വാങ്ങിക്കാൻ സമ്മതിച്ചു. അടുത്ത് 20 ഷെയർ 35 വാങ്ങിക്കാൻ സമ്മതിച്ചു. വീണ്ടും 20 ഷെയർ 33 വാങ്ങിക്കാൻ സമ്മതിച്ചു. ബിഡ് കൊടുക്കുക ആൾക്കാര്. അടുത്ത് 20 ഷെയർ 30 രൂപയ്ക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചു. 100 ഷെയർ കണ്ട കമ്പനിക്ക് വിൽക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ കമ്പനി 5-ാമത്തേല് നോക്കുക. 5-ാമത്തേല് 100 ഷെയർ ആയി.
എന്താ ഷെയറിന്റെ വില 35, അതിന് മേലുള്ളവരൊക്കെ 35 മേലെ തരാമെന്ന് ഓഫർ ചെയ്തു. അപ്പൊ കമ്പനി 35 രൂപയ്ക്ക് ഈ 100 ഷെയർ കൊടുക്കുക ചെയ്യുന്നു കേട്ടോ. 35 രൂപ ഒരു ഷെയറിന് 35 രൂപ വെച്ച് 100 ഷെയർ കൊടുക്കും. അപ്പൊ ബിഡ് 6ഉം 7ഉം തന്നവർക്ക് ഷെയർ കൊടുക്കില്ല, അതിന് മുന്നേ ഷെയർ വിറ്റ് കഴിഞ്ഞു. അപ്പൊ കമ്പനി വില തീരുമാനിച്ചു 35. കമ്പനി അല്ല തീരുമാനിച്ചു, ഷെയർ ഹോൾഡേഴ്സ് തീരുമാനിച്ചു. ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി തീരുമാനിച്ചത്. ഷെയർ ഹോൾഡേഴ്സ് തരാമെന്ന് സമ്മതിച്ച വില കമ്പനി തീരുമാനിച്ചു. ഇത്തരത്തിൽ വില തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. ഓക്കെ, താങ്ക് യു.